മുണ്ടക്കൈ ദുരിതബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ കുടുംബങ്ങൾ നടത്തുന്ന ഗൃഹപ്രവേശന ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ കൈമാറിയ 51 വീടുകളുടെയും ചടങ്ങാണ് നടക്കുന്നത്. അല്പസമയത്തിനകം നടക്കുന്ന സ്നേഹവിരുന്നിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കും. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ്. ഇന്നിപ്പോൾ പുഞ്ചരിച്ച മുഖം കാണാൻ കഴിയുന്നു. ഒരു അതിജീവനത്തിന്റെ ദിവസം കൂടിയാണ്, അതിന്റെ സന്തോഷം നൽകുന്ന ദിവസമാണ്. ആ ചടങ്ങുകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സ്നേഹവിരുന്ന് എപ്പോഴാണ് ആരംഭിക്കുന്നത്? നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ടോ? അനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു അതിജീവനത്തിന്റെ തുടക്കമാണ്. 51 വീടുകൾ, മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച വീടുകളിൽ ആദ്യഘട്ട 51 വീടുകൾ ഫെബ്രുവരി 28-ാം തീയതി കൈമാറിയിരുന്നു. ഇന്ന് അവരുടെ ഗൃഹപ്രവേശ ചടങ്ങാണ്. ആ കുടുംബങ്ങൾ തന്നെ സംഘടിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. വലിയ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കുടുംബങ്ങൾ ഒരുമിച്ച് താമസം മാറുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി.കെ. ഫിറോസ് നമ്മോടൊപ്പം ചേരും. അപ്പോൾ ലീഗ് പറഞ്ഞ വാക്ക് പാലിച്ചു. ഇന്നിപ്പോൾ അവർ വീട്ടിലേക്ക് താമസം മാറുകയാണ്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷവും അഭിമാനമൊക്കെ ഉള്ളൊരു മുഹൂർത്തമാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ഗൃഹപ്രവേശന ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു ദുരന്തബാധിതർ അവർക്ക് ഒന്നിച്ച് 51 വീടുകൾ കൈമാറി ആ വീടുകളിൽ അവർ വളരെ സന്തോഷത്തോടെ അവർ കയറി താമസിക്കുന്നു, ഞങ്ങളെയൊക്കെ അവർ ക്ഷണിക്കുന്നു എന്ന് പറയുന്ന ഒരു മുഹൂർത്തം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു മുഹൂർത്തമാണ്. മാത്രമല്ല, ഒരു വാക്ക് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പാർട്ടികൾ പാലിക്കണം എന്നുള്ളൊരു വലിയ മെസ്സേജ്. ഞങ്ങൾ എപ്പോഴും വലിയ വിമർശനമൊക്കെ നേരിട്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, വാക്ക് പറഞ്ഞത് പാണക്കാട് തങ്ങളാണ്, വാക്ക് പറഞ്ഞത് ലീഗാണ്, ഞങ്ങളത് പാലിക്കും. അത് ഞങ്ങൾ പാലിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസം. കാര്യം പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി, ഇപ്പോൾ കെ.ടി. ജലീൽ വയനാട്ടിൽ വന്ന സമയത്ത് മുസ്ലിം ലീഗ് ഉണ്ടാക്കി കൊടുത്ത വീടിൽ നിങ്ങൾ താമസിക്കുമെന്ന് സംശയം ഉണ്ടാകുമോ എന്ന് ഒരു വിമർശനം ഉന്നയിച്ചു. അല്ല, അദ്ദേഹത്തെ പോലെയുള്ള ചില ആളുകളൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെ തകർക്കാൻ വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ നടത്തും. ഈ രണ്ട് മോഡലാണ്. ഒന്ന് ലീഗിന്റെ ഒരു മോഡലാണിത്. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാർ എങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു മോഡലാണ് അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ. എന്തെല്ലാമാണ് പറഞ്ഞിരുന്നത്. ഈ ഇവിടെ മദ്രസയും പള്ളിയും കാണിച്ചിട്ടാണ് ആൾക്കാർ ഇതിലേക്ക് ക്ഷണിച്ചത്. പ്രത്യേക മതവിഭാഗം ഗല്ലികൾ, പ്രത്യേക മതങ്ങളുടെ ഗല്ലികളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ദുരന്തബാധിതരെ പോലും ആക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹം അന്ന് അദ്ദേഹമാണ് ആദ്യമായിട്ട്, അതായത് ഈ ദുരന്തമുണ്ടായിട്ട് ഒരു കൊല്ലം ഈ ചുരം കയറാത്ത ആൾ അന്ന് ആദ്യമായി കയറി ഇത് മുടക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വീടുണ്ടാക്കി കൊടുക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നെ വ്യക്തിപരമായി എന്നെ അടക്കം പി.കെ. ബഷീറിനെ ഉൾപ്പെടെയുള്ള ആളുകളെ അടക്കം വ്യക്തിപരമായി ആക്ഷേപിച്ചു. ഞങ്ങളൊക്കെ നടപടിയെടുക്കണം എന്നുവരെ പറഞ്ഞു. പക്ഷേ വാക്ക് പറഞ്ഞത് ലീഗാണെന്നും പാണക്കാട് തങ്ങളൊരു തീരുമാനം പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ കഴിയുമെന്നും ഞങ്ങൾ കാണിച്ചു കൊടുത്തു. അത് ലീഗിൻ്റെ ഒരു പ്രോജക്റ്റ്, ഇത് ഞാൻ പറയുന്ന ഒരു ദുരന്തമുണ്ടായാൽ എങ്ങനെയായിരിക്കണം ഒരു പുനരധിവാസ പ്രോജക്റ്റ് എന്നുള്ളൊരു ബെഞ്ച് മാർക്കാണ് ലീഗ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെ, ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി തന്നെ ഇതിൻ്റെ താക്കോൽദാന കൈമാറ്റ ചടങ്ങിൽ വന്ന് അവർ പറഞ്ഞൊരു കാര്യം വൈറ്റ് ഗാർഡിനെ സംബന്ധിച്ചാണ്. അവർ വലിയ പ്രശംസ, ഞങ്ങളത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുകയാണ്. കാരണം ഏതാണ്ട് ഒരു മാസത്തിലധിക കാലം എല്ലാവരും പോയപ്പോഴും ഇവിടെ ഈ പ്രദേശത്ത് നിന്ന് മുണ്ടക്കയിലെയും ചുരൽമലയിലെയും മനുഷ്യർക്ക് വേണ്ടി അവസാന നിമിഷം വരെ കൂടെ വന്നൊരു സന്നദ്ധ സംഘടനയാണ് വൈറ്റ് ഗാർഡ്. പാർട്ടിയും അങ്ങനെ തന്നെ. പാർട്ടി ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീടുണ്ടാക്കി അങ്ങ് കൈമാറി അങ്ങ് പോവല്ല, അവസാന നിമിഷം വരെ അവരെ കൂടെ നിന്നു. മാത്രമല്ല, പാണക്കാട് തങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒന്നിനും ഒരു കുറവും വരുത്തരുത്. അതായത് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രോജക്റ്റിൽ നിന്ന് അങ്ങനെ കാണാറില്ല, സർക്കാർ പ്രോജക്റ്റിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ഒരു പ്രോജക്റ്റ് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കി പോകാന്നുള്ളതാണ്. പക്ഷെ ഒന്നിനും ഒരു കുറവും വരുത്താതെ തങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി നടപ്പിലാക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും അവർക്ക് നഷ്ടപ്പെട്ടവരെയൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അവർക്ക് വിലമതിക്കാനാവാത്തതാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അവർ ഉറ്റവരും ഉടയവരും. പക്ഷേ അവർക്കൊരു വീട് കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ അവർക്ക് ഇത്രയും ദിവസം വാടക വീടുകളിൽ, ബന്ധു വീടുകളിൽ സ്വന്തമായൊരു വീടില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. ഇപ്പോൾ അവർക്ക് സ്വന്തമായൊരു വീട്ടിലേക്ക് കയറിക്കൂടാൻ കഴിഞ്ഞു എന്നത് വലിയൊരു ആശ്വാസമാണ്. ആ ആശ്വാസത്തിൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചൊരു പാർട്ടി എന്നുള്ള നിലക്ക്, പാർട്ടിയുടെ പ്രവർത്തകർ എന്ന നിലക്ക് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അനീഷ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. എന്തായാലും എല്ലാവർക്കും വലിയ സന്തോഷവും അഭിമാനമൊക്കെ ഉള്ള ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വൈകിട്ട് ഇതൊരു 4:30 കൂടി തന്നെ ഇവിടുത്തെ സ്നേഹവിരുന്ന് ആരംഭിക്കും. സംസ്ഥാന പ്രസിഡന്റ്, ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ കുഞ്ഞാലിക്കുട്ടി, P.M.A. സലാം ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും അഭിമാനമുള്ള ഒരു നിമിഷമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരന്തമുഖത്ത്
ആദ്യ മണിക്കൂർ മുതൽ തന്നെ സേവന രംഗത്തുണ്ടായിരുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അതിനുശേഷം ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മളെ കൺമുമ്പിലുണ്ട്. അതിനുശേഷം ഏറ്റവും പ്രധാനമായി അവർ പ്രഖ്യാപിച്ച വീടുകൾ ഇത് കൈമാറുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. 51 വീടുകൾ നേരത്തെ കൈമാറി. ഇപ്പോൾ അതിന്റെ ചടങ്ങുകളൊക്കെ തന്നെ അവരവരുടെ കുടുംബങ്ങളുടെ മതാചാര പ്രകാരം തന്നെയാണ് എല്ലാ വീടുകളിലും ഈ വീട് കൂടൽ ചടങ്ങൊക്കെ തന്നെ നടക്കുന്നത്. ഇനി ബാക്കിയുള്ള 54 വീടുകളാണ്. ആ വീടുകളുടെ പണി കൂടി ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. സമയബന്ധിതമായി കൊണ്ട് തന്നെ ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കും എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. അനീഷ, ഫൈസൽ, അദ്ദേഹം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല, പക്ഷെ അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കും. ആ ചേർത്ത് പിടിക്കലിന്റെ ഒരു കാഴ്ചയാണ് അവിടെ നിന്നും കാണുന്നത്.